ISLൽ ലൂണയുടെ പകരക്കാരൻ ആരാകുമെന്നറിയാനുള്ള ആകാംക്ഷയിലാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ. നിലവിൽ റൂമറുകളുടെ ചാകര തന്നെ വരുമ്പോൾ പ്രധാനമായും ഏതൊക്കെ റൂമറുകളാണ് ഇതുവരെ വന്നതെന്ന് പരിശോധിക്കാം. അൽവാരോ വാസ്കസിലായിരുന്നു റൂമറിന്റെ തുടക്കം. കൂടെ തന്നെ നിക്കോളാസ് ലൊഡീറയുടെ പേരും ഉണ്ടായിരുന്നു. എന്നാൽ മാർക്കസ് തന്നെ ആ രണ്ട് നീക്കങ്ങളും നടക്കില്ല എന്ന് വ്യക്തമാക്കിയതോടെ ആ റൂമർ അവസാനിക്കുകയായിരുന്നു. ശേഷം വന്ന റൂമറാണ് അർജന്റീൻ ബോൺ ഉറുഗ്വൻ യുവവിംഗറായ തിയാഗോ പലാഷ്യോസിന്റെ പേര്. ഉറുഗ്വൻ ടോപ്പ് ടയർ ക്ലബിനായി മികച്ച കളി കാഴ്ചവെക്കുന്ന ഈ 22-കാരനെ ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കാൻ ശ്രമിക്കുന്നതായി റൂമർ വന്നത് മനോരമയിൽ വന്ന യുറുഗ്വൻ താരത്തെ ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കുമെന്ന റിപ്പോർട്ടിന് ശേഷമാണ്. ശേഷം വന്ന റൂമറാണ് മുൻ ഗോവൻ താരമായ സ്പാനിഷ് താരം ഐക്കർ ഗൊറക്സെന. സ്പാനിഷ് മാധ്യമ പ്രവർത്തകനായ ഏഞ്ചൽ ഗാർഷ്യ പുറത്തുവിട്ട റിപ്പോർട്ടിന് പിന്നാലെ വന്ന ഈ റൂമർ ബ്ലാസ്റ്റേഴ്സിന് പുറമെ FC ഗോവയും താരത്തെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നതായിരുന്നു റിപ്പോർട്ട്. എന്നാൽ നിലവിൽ FC ഗോവ താരത്തെ സ്വന്തമാക്കുമെന്ന രീതിയിലായി കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. ശേഷം വന്ന റൂമറായിരുന്നു ഇംഗ്ലണ്ട് ബോൺ ഗ്രനേഡിയൻ താരമായ 26-കാരൻ റീഗൻ ചാൾസ് കുക്കിന്റെ പേര്. മികച്ച പ്രൊഫൈലുള്ള ബെൽജിയൻ ടോപ്പ് ടയറിൽ കളിക്കുന്ന താരത്തിന്റെ റൂമർ എങ്ങനെ വന്നതാണെന്ന് വ്യക്തമല്ല. അതിനുശേഷം അവസാനമായി വന്ന നിലവിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന റൂമറാണ് സ്പാനിഷ് താരമായ ജോൺ ടോറലിന്റെ പേര്. ആഴ്സണൽ അക്കാദമി താരമായ 28-കാരനായ ടോറലിന്റെ പേര് പുറത്തുവിട്ടത് ഗൂണർ ടോക്ക് എന്ന ആഴ്സണലിന്റെ ബ്ലോഗ് ചെയ്യുന്ന പേജാണെന്നാണ് റിപ്പോർട്ട്. പക്ഷേ ഇതിൽ എത്രത്തോളം സത്യമുണ്ടെന്ന് വ്യക്തമല്ല. എന്തായാലും നിലവിൽ നമ്മൾ നോക്കിയ 6 താരങ്ങളും മികച്ച ബ്ലാസ്റ്റേഴ്സ് നോക്കുന്ന രീതിയിലുള്ള താരങ്ങൾ തന്നെയാണ്. പക്ഷേ ഈ താരങ്ങളെ ബ്ലാസ്റ്റേഴ്സ് കോൺടാക്ട് ചെയ്തിട്ടുണ്ടോ എന്നതും വ്യക്തമല്ല. സോ ഇതിലേതെങ്കിലും താരമാണോ ലൂണയുടെ പകരക്കാരൻ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും താരമാകുമോ എന്നതും കാത്തിരുന്ന് കാണാം. വീഡിയോയുടെ അവസാനിക്കുന്നു. കൂടുതൽ കേരള ബ്ലാസ്റ്റേഴ്സ് ISL വാർത്തകളുമായി അടുത്ത വീഡിയോയിൽ കാണാം.